നമസ്കാരം. അപ്പോൾ ഞാൻ അബ്ദുൽ ലത്തീഫാണ്, ചെറുകിട ഗാർഡൻസിൻ്റെ ഫാമിലി മാനേജറാണ്. ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇത് നമ്മുടെ മല്ലിക മാവാണ്. കേട്ടിട്ടുണ്ടാവും, നല്ല ടേസ്റ്റുള്ള, നല്ല പൊടിയുള്ള, മധുരമുള്ള അടിപൊളി മാങ്ങയാണ്. വളരെ കാമ്പ് കനമുള്ള. ഇതിപ്പോൾ നമ്മൾ എടുത്ത് കാണിക്കാൻ കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയം, മല്ലിക നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നില്ല. അങ്ങനെയൊക്കെ പല നമ്മൾ കുറേ പേര് വെച്ചിട്ടുണ്ട്, മല്ലിക നമ്മൾ കായ്ക്കുന്നില്ല, എൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കുറേ ആയി, ഒരു മാങ്ങ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ കായ്ക്കുന്നില്ല, പൂട്ട് പോകണം, പല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല കായ്ച്ചിരിക്കുന്ന മല്ലികയുടെ തൈകൾ കാണുന്നുണ്ടാവുക. ഇതിൽ ഇപ്പോൾ ഈ തൈ തന്നെ ഇപ്പോൾ 2.5 വർഷം 3 വർഷം ആവുന്ന തൈയാണ്. 3 വർഷം കൂട്ടാം, 3 വർഷം തന്നെ കൂട്ടിക്കോളും. ഇതിൽ തന്നെ പേഴ്സിന് 10 കായുടെ അടുത്ത് ഇത് നിലവിൽ കാണുന്നുണ്ട്, 10 മുകളിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ കായ്ക്കുന്ന തൈകൾ, ഇതിലൊപ്പം ഈ തൈകൾ വേറെ ഉണ്ട്. ഇത് നമ്മൾ ഡ്രമ്മിലേക്ക് മേടിച്ചത്. ഇതുപോലെ തന്നെ പൂട്ടും കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് ഒരു മൂവ് ആവുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾ എടുത്ത് കാണിക്കാൻ കാരണം അധികം കൊണ്ട് കായ്ക്കുമെന്ന് അധികം ആൾക്കാർ സംശയാസ്മയം ചോദിക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, പുറത്തെല്ലാം ഉണ്ടാവുള്ളൂ, നമ്മളായിട്ട് ഉണ്ടാവില്ല എന്നൊക്കെ അഭിപ്രായം പലർക്കുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി മാത്രമാണ് കാണിച്ചത്. പ്രത്യേകം അധികം പറയേണ്ട ആവശ്യമില്ല. നല്ല പൊടിയും മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നല്ല നീണ്ടിങ്ങനെ വരും, നല്ല ഷേപ്പുള്ള മല്ലികമാവാണ് ഇവിടെ ഉള്ളത്. ഇത് ഡ്രമ്മിലാണ്. ഡ്രമ്മിൽ നമ്മൾ എക്സ്ട്രാ പരിചരണം കൊടുക്കും. നമ്മൾ പറയാൻ വേണ്ടി കറക്റ്റ് ടൈമിൽ പ്രൂൺ ചെയ്യുന്നതല്ല. ഇവിടേക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് ഗ്യാപ്പാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് നിർത്തണം. അതിന് അടിയിൽ നമ്മൾ ഏകദേശം മാസം കൂടുമ്പോൾ ലിക്വിഡായിട്ടുള്ള 19 പോലെ പുളിപ്പിച്ച വളങ്ങളായാലും സോലുബോറായാലും ബോറോൺ വളങ്ങൾ, പൊട്ടാഷ് വളങ്ങളൊക്കെ നമ്മൾ കുറച്ച് ചെറിയ ദിവസം ഒഴിച്ചുകൊണ്ടിരിക്കണം. അതിനെ ഫുള്ളാക്കാൻ നടക്കരുത്. നമ്മൾ കുറച്ച് ഒഴിവാക്കി വിടണം. വർഷം പോട്ടി മിക്സ്, ഒരു കൊട്ട വളം, ഒരു കൊട്ട മണ്ണ്, ഒരു കൊട്ട ചകിരിച്ചോറുള്ള രീതിയിൽ ചേച്ചോറിച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ മിക്സാക്കി ശേഷം ഇതിൽ ഫില്ലാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് വളം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. മണ്ണിലാണെങ്കിൽ ഇത് വേണ്ട. മണ്ണിലാണെങ്കിൽ മറ്റുള്ള വളങ്ങൾ നമ്മൾ വർഷം ഇട്ട് കൊടുത്താൽ മതി, മാസം ഇട്ട് കൊടുത്താൽ മതി. ഈ പോട്ടി മിക്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം ഇതിനൊപ്പം ഉള്ള നല്ല തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് അന്വേഷിച്ച നമ്പറിൽ വിളിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. തൈകൾ ഡ്രമ്മായിട്ടും വലിയ തൈകളും ചെറിയ തൈകളൊക്കെ മല്ലികയുടെ നമ്മുടെ അവൈലബിളുണ്ട്. ഇതുപോലെ തന്നെ നല്ല കായ്ക്കുന്ന തൈകളാണ് നമുക്കുള്ളത്. നമുക്ക് ഈ ഏകദേശം നമ്മുടെ ഇവിടെ നമുക്കൊരു ചെറിയ തൈ ഒരു 100-150 മുതൽ മുകളിലേക്കുള്ള തൈകളൊക്കെ നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മുടെ ഡ്രമ്മിലുള്ള തൈകൾക്ക് നമുക്ക് ഏകദേശം ഒരു 4000-5000 മുതൽ കാഴ്ചയ്ക്കുന്ന വലിയ തൈകൾ നമ്മുടെ അടുത്ത് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 10-20 വരെയുള്ള തൈകൾ വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിനായി നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് കൊറിയർ സർവീസൊക്കെ നമുക്ക് എത്തിച്ചേരും. അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ ഒരു വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചിറയിൽ അഗ്രോ ഗാർഡൻ എന്ന് പറയുന്ന നഴ്സറി വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ ചിറയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചിറയിൽ നിന്നും ചെറിയക്കാട് വഴി പോകുന്ന സ്ഥലത്താണ് ഈ നമ്മുടെ നഴ്സറി വരുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ച ലൊക്കേഷൻ നമ്മൾ വ്യക്തമായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലൊക്കേഷൻ തരും. ഇതിപ്പോൾ നമുക്ക് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയാൻ ഒന്നുമില്ല. നിങ്ങൾ മലപ്പുറം സൈഡിൽ വന്നാൽ, മലപ്പുറത്ത് നിന്ന് എവിടുന്ന് വരികയാണെങ്കിൽ നേരെ കൊണ്ടോട്ടി വരാം. കൊണ്ടോട്ടിയിൽ നിന്ന് ചിറയിലേക്ക് വരാം. അത് നമ്മുടെ കുളപ്പുറം റോഡിന് വന്നാൽ ചിറയിൽ ചുങ്കം എത്തും. ചിറയിൽ ചുങ്കത്ത് ചെറിയക്കാടിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്. അല്ല, നിങ്ങൾ ഇനി തൃശ്ശൂർ ആ ഭാഗത്തേക്ക് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുളപ്പുറം വന്നിട്ട് കുളപ്പുറത്ത് കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ വന്നാൽ ചിറയിൽ ഇറങ്ങാം. ചിറയിൽ നിന്ന് വന്നാൽ ചെറിയക്കാട് വന്നാൽ ഈ ചെറിയക്കാടിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ വരുന്നത്. കൊണ്ടോട്ടിന് ശേഷം 4 കിലോമീറ്ററോളം ദൂരം വരും. ചിറയിലിന് ശേഷം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനടുത്ത് ദൂരം ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് നഴ്സറിയാണ്. അപ്പോൾ ജസ്റ്റ് ലൊക്കേഷൻ കാരണം ഓക്കെ. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വരുന്നത് 85 89 99 30 18 എന്ന നമ്പറിൽ വിളിച്ചാൽ ഇത് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. 18 കിട്ടിയില്ലെങ്കിൽ 15 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.